ഞാൻ ശരിക്കും 2000-ലാണ് മൂലമറ്റം പവർ ഹൗസിലാണ് ജോലി നോക്കാനായിട്ട് ആദ്യം ബോർഡ് സർവീസ് ചെയ്തത്. മൂലമറ്റത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം പേര് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നവരായിരിക്കും മിക്കവാറും ഭാവിയിലെ സിഇമാർ അല്ലെങ്കിൽ ഡയറക്ടർമാരും ഒക്കെ ആകുന്നു മൂലമറ്റത്ത്. കാരണം ഈ തുടക്കക്കാരെല്ലാവരും അവിടെ വരും. അപ്പോൾ ഇരിക്കുന്ന നമ്മുടെ റീസെൻ്റായിട്ട് നമ്മുടെ മീൻകെട്ടിലെ ഡെപ്യൂട്ടി സി രാജീവ് സാർ ഞാൻ ടർബിലായിരുന്നു, സാർ എക്സൈറ്റേഷനിലായിരുന്നു, ബാബുരാജ് സാർ, അങ്ങനെ കുറേയധികം പേര് നമ്മുടെ ബോർഡിൻ്റെ ഉയർന്ന തലത്തിലിരിക്കുന്ന കുറേ പേരും ഏറ്റവും ആദ്യം വരുന്ന മിക്കവാറും സ്ഥലം മൂലമറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഒരു ബന്ധം ആദ്യം തന്നെ ഒന്ന് അവരെയൊക്കെ സംസാരിക്കാനും അവരോടൊക്കെ ഒരു അടുപ്പം പങ്കുവെക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നു. ഇവിടെ ഇരുന്ന നാരായണ സാർ നേരത്തെ അവിടെ ഇരുന്നാണ്. അപ്പോൾ സാറിനെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സാറിനെ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയി, കോട്ടയത്ത് പോയി. ഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ നാട്ടിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല. കാര്യമായിട്ട് കോട്ടയത്ത് അധികം സംസാരിക്കും ഒട്ടും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രൊമോഷനായി LP വന്നു. ഈ സർക്കിളിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ സർവീസ്, ജനറേഷൻ സർവീസ് ഏറ്റവും കൂടുതൽ ഈ കോതമംഗലം സർക്കിളിൽ ഉണ്ടായിരുന്നു, ഇടമലയാർ ഉണ്ടായിരുന്നു, വീണ്ടും സർക്കിളിൽ വന്നു. അവസാന സ്ട്രെച്ചിൽ ഞാൻ ഇടമലയാറെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിരുന്നത് എൻ്റെ പ്രവർത്തന മേഖല ഡിസ്ട്രിബ്യൂഷനിലായിരുന്നു. ഞാൻ കോട്ടയത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നത് 2010. എൻ്റെ വൈഫ് അവിടെ ഒരു ദേവസ്വം ബോർഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തൃക്കാരൂർ സ്കൂളിലേക്ക് വരുന്നു. തെക്കേറ്റത്ത് ഉള്ള അവരുടെ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും അവസാനത്തെ സ്കൂളാണ് തൃക്കാരൂർ ദേവസ്വം ബോർഡ് സ്കൂൾ. അപ്പോൾ ഇനി ട്രാൻസ്ഫർ ഒന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ തീർന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒഴിവാകുമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ ഇവിടെ വന്നു. വൈഫിൻ്റെ ചേച്ചി ബോർഡിലെ തന്നെ ഒരു AIC ആയിരുന്നു. കുറച്ച് പേരൊക്കെ അറിയായിരിക്കും, നമ്മുടെ ട്രാൻസ്മിഷനുള്ള വിജയകുമാർ ഇവിടെ തന്നെ സ്ഥിരം ഈ കോതമംഗലം ട്രാൻസ്മിഷൻ തന്നെയാണ് വൈഫിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവരുടെ വീടിനടുത്ത് തന്നെ അപ്പം അങ്ങനെ സ്ഥലമൊക്കെ മേടിച്ചു, വീട് വെക്കാമെന്ന് വിചാരിച്ചു. വീടൊക്കെ വെച്ച് താമസം തുടങ്ങി. അപ്പം ഞാൻ കിലമ്പാറ സെക്ഷനിലാണ്. പക്ഷെ വന്നപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു. അന്ന് 2010-11 കാലഘട്ടത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടമ്പുഴ പഞ്ചായത്തിനെ നേരെ തിരിച്ച് എറണാകുളം ജില്ലയിലേക്ക് ആക്കി. അതുവരെ ഇടുക്കി ജില്ലയിലായി. ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ട്രൈബൽ ഏരിയാസ് ഉള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചു വളർന്നപ്പം തൊട്ടേ കാണുന്ന ചുറ്റുവട്ടത്ത് എല്ലായിടത്തും വിളിച്ചുകൊണ്ട് വളരെ ചുരുക്കം പാവപ്പെട്ടവരുടെ വീട്ടിൽ, വളരെ ചുരുക്കം ഇരുട്ടത്തിരിക്കുന്നവരും മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിരിക്കുന്നവരും കാണുന്നത് അങ്ങനെയാണ്. നമ്മൾ ജനിച്ചപ്പോഴേ അങ്ങനെയാണ്, അന്ന് എല്ലായിടത്തും തന്നെ ഇതുണ്ട്. പക്ഷേ ഞാൻ കിരമ്പാറ വന്നു, ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ പ്രഖ്യാപിച്ചു. LDFിൻ്റെ മിനിസ്ട്രിയാണ്, മന്ത്രിയുടെ PA വരുന്നു, സർക്കിളിൽ മീറ്റിംഗ് വരുന്നു, എല്ലായിടത്തും ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ട്രൈബൽ ഏരിയയിലേക്ക് ഞങ്ങൾ ആദ്യം ചൂട് വെക്കുന്നത്. ഇവിടെ മാമലക്കണ്ടമുണ്ട്, ഇപ്പുറത്ത് പൂയൻകുട്ടിയുണ്ട്. അവിടെയൊക്കെ കുറച്ച് ട്രൈബൽ ഏരിയയിലേക്ക് മാത്രം ട്രൈബൽ ഫണ്ട് വെച്ച് ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ സാധനം ആദ്യം വരുന്നത്. മാമലക്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുപേരൊക്കെ ഇപ്പം പോയിട്ടുണ്ടാകും. നമ്മുടെ പിണോർക്കൂടി, കുട്ടമ്പുഴ കഴിഞ്ഞ് പിണോർക്കൂടി കഴിഞ്ഞിട്ട് വലിയൊരു കുന്ന് കയറി മുകളിൽ ചെല്ലുന്ന ഒരു സ്ഥലമാണ് മാമലക്കണ്ടം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പരന്ന സ്ഥലമാണ്. പക്ഷേ ഈ കുന്ന് കയറി ലൈൻ പോകും. അതായത് ഇവിടുന്ന് കോതമംഗലം സബ്സ്റ്റേഷനിൽ 55 കിലോമീറ്റർ ലൈനാണ്. 55 കിലോമീറ്റർ എല്ലാം ഒറ്റ ഫ്ലൂറിലാണ് ആ സ്ഥലത്തേക്ക് എത്തുക. ശരിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഇപ്പം സുരേഷ് പറഞ്ഞ രാത്രി ഉറക്കാൻ പറ്റിയില്ല. രാത്രി ഉറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്നത് 10 മണിക്കും 15 മണിക്കും ആയിരിക്കും. ഒരു പ്രദേശം മുഴുവൻ ഇൻട്രപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അന്ന് പെരുമ്പാവൂർ ഡെപ്യൂട്ടി സി ഖാദർ സാറ് ആയിട്ട് ഒരു എയ്ക്ക് അങ്ങനെ ഡെപ്യൂട്ടി സി ആയിട്ടൊന്നും വലിയ ബന്ധം നടന്നില്ല. പക്ഷേ നേരിട്ട് ബന്ധമാണ്. കാരണം സാറ് ഓർഡർ ഇടുന്ന പർച്ചേസ് ഓർഡർ കീരമ്പാറയ്ക്ക് തന്നെ ജോസ് ഇലക്ട്രിക്സിന് പെട്ടി കണക്കിന് വരും. ഒരു എത്രയോ ലോഡ് പോസ്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് 6-ാം മൈലിൽ ഇറക്കുന്നു. 6-ാം മൈലിൽ നിന്ന് അവിടുന്ന് വേറെ ട്രാൻസ്പോർട്ടേഷനിലാണ് മാമലക്കണ്ടത്തേക്ക്. വലിയ വർക്ക്, 1.5 മാസം നിന്ന് തിരിയാൻ മേലാത്ത വർക്കാണ്. പക്ഷേ ആ വർക്കുകളൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഇപ്പം പറഞ്ഞ പോലെ എല്ലാവരും, ഈ രാജീവ് സാർ ഉൾപ്പെടെ കോൺട്രാക്ടറെ വിട്ടു തന്നു. രാജീവ് സാർ എനിക്ക് തോന്നുന്നു അന്ന് ആലുവയിലായിരുന്നു. സാർ ഉൾപ്പെടെ കോൺട്രാക്ടറെ വിട്ടു തരുന്നു. ഞങ്ങളുടെ ജീവനക്കാരുടെ ശക്തി എല്ലാ സെക്ഷനിലും കിട്ടും. പെരുമ്പാവൂർ സർക്കിളിൻ്റെ എല്ലാ സെക്ഷനിൽ നിന്നും വർക്കറേയും എല്ലാവരെയും തരുന്നു. ഈ പ്രത്യേക ഡെപ്യൂട്ടേഷനിൽ സെക്ഷനിലേക്ക് തരുന്നു. എങ്ങനെയാണ് എനിക്ക് കുഴപ്പമുണ്ടാകാതെ വളരെ കൃത്യമായിട്ട് ആ മാമലക്കണ്ടത്ത് തന്നെ 7 ട്രാൻസ്ഫോമർ വെച്ച് ലൈൻ വെച്ചു. ആ മാമലക്കണ്ടത്തിൻ്റെ പ്രത്യേകത പോസ്റ്റ് കൊണ്ടുപോയാണ് വഴി കെട്ടിയത്. എന്നതാ പറഞ്ഞു, എനിക്കത് അത്ഭുതകരമായി. നമ്മൾ കാണാത്ത കാഴ്ചകളാണ്. പോസ്റ്റ് ഈ വീട്ടിലേക്ക് ലൈറ്റ്
കറണ്ട് കൊണ്ടുപോകാനായിട്ട് വഴി ഉണ്ടാക്കിക്കൊണ്ട് പോസ്റ്റ് കൊണ്ടുപോകാം. അങ്ങനെ എഡ്യൂഫൈ ചെയ്തു. ആ സ്ഥലത്ത് കംപ്ലീറ്റ് എഡ്യൂഫൈ ചെയ്യാനായിട്ട് പറ്റി. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ സർവീസിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നിയാണ്. ഇത്രയും പേർക്ക് വെട്ടം കൊടുക്കാൻ നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യും. ഞാൻ മാത്രമല്ല, പക്ഷേ എൻ്റെ കൂടെ വലിയൊരു ടീമുണ്ട്. അതിനകത്ത് എനിക്കൊരു പങ്ക് വഹിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ ഇടമലയാറ് സൺറൈസിൽ പറഞ്ഞ കാര്യമില്ല. അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സർവീസിൽ ഇത്രയും ഒരു കാര്യം ചെയ്യാൻ പറ്റി, കുറേ പേർക്ക് വെട്ടം കൊടുക്കാൻ പറ്റി. ബാക്കി എല്ലാ കാര്യവും എനിക്ക് ഒന്നുമല്ല അക്കാര്യത്തിൽ. പിന്നെ പൂയംകുട്ടി കടന്ന് പുഴ അക്കരെ കടന്ന് വെള്ളാരംകുട്ട് കൂടി എന്ന് പറഞ്ഞു. വെള്ളാരംകുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പൂയംകുട്ടി കഴിഞ്ഞിട്ട് പുഴ അക്കരെ കിടക്കും, അവിടെ ഇൻട്രൂഫ് ചെയ്യും. അങ്ങനെ ഒരു വലിയ ഏരിയയിൽ വൈദ്യുതി കൊടുക്കാനായിട്ട് എൻ്റെ നിയോഗം അവിടെ. ഞാൻ അവിടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്, കോട്ടയത്തു നിന്നാണ്. കോട്ടയത്ത് നിന്ന് ഞങ്ങൾക്ക് ഇന്ന് കീരമ്പാറ വരും, അവിടെ ഇത് ചെയ്യാൻ പറ്റി. അതെനിക്ക് ശരിക്കും ബോർഡിൽ ഏറ്റവും വലിയ എൻ്റെ കർമ്മമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ മാറിപ്പോയി, ഞാൻ ഇടമലയാറ് പോയി. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് മീൻകെട്ടിൽ വന്നു. മീൻകെട്ടിലിപ്പം പറഞ്ഞതിൻ്റെ കാര്യം ഇതുകൊണ്ട് എവിടെ വർക്ക് ചെയ്താലും എനിക്ക് സഹപ്രവർത്തകരോട് ഇടപെടുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഫീൽഡിലാണെങ്കിലും ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് ഇടമലയാറ് ഫംഗ്ഷൻ നടത്തിയപ്പോഴും അവിടുന്ന് വർക്കർ ഉൾപ്പെടെ വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് വർക്കറിനോ അല്ലെങ്കിൽ എൻ്റെ താഴെ ഇരിക്കുന്ന ചെയ്യുന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് നാളെ ഇവിടുന്ന് പോയാൽ മുരളീധരന് AC ഒന്നുമില്ലല്ലോ, സാറിന് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരുമായിട്ട് സൗഹൃദമുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് താല്പര്യം ഉണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രശ്നമായിട്ട് കാണുന്നു. അതുകൊണ്ട് സ്നേഹയുടെ കാര്യത്തിലാണെങ്കിലും സ്നേഹിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം. അപ്പം നമ്മൾ അവരുടെ, ഞാൻ പറയും, ഒരാൾ ഇൻഡിവിജ്വൽ അല്ല. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ മുമ്പിൽ ഒരു കൺസ്യൂമർ വന്നാലും അത് ജീവനക്കാർ വന്നാലും ഞാനൊരു മുമ്പിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അവരൊരു ഇൻഡിവിജ്വൽ അല്ല, അവരൊരു കുടുംബത്തിൻ്റെ പ്രശ്നമായിരിക്കും ഇത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രശ്നം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സഹായിക്കാം. നമുക്ക് എല്ലാം പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു സഹായം കിട്ടിയെങ്കിൽ വലിയ കാര്യമില്ലേ. എത്രയോ ഈ കൺസ്യൂമർ വന്ന് നന്ദി പറയുന്നു, എത്രയോ ആൾക്കാർ അങ്ങനെ കുടിയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയ എത്ര പേരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ എനിക്ക് തോന്നുന്നു CD മാർക്ക് ചെയ്യാൻ ഒരു ദിവസം ഇരുന്നിട്ട് രാവിലെ എൻ്റെ ഓഫീസ് ചായയൊക്കെ അവിടെ കൊണ്ടുവരികയായിരുന്നു. രാവിലെ 8 മണിക്ക് ഇരുന്നിട്ട് ഞാൻ 9:30 ആ സീറ്റ് വരുന്നത്. അന്ന് CD മാർക്ക് ചെയ്യുന്ന മുഴുവൻ ഏരിയ, ആ ഏരിയ അവിടെ കുത്തിയിരിക്കേണ്ടി വന്നു. കാരണം അത്ര പേര് എവിടുന്നാണ് വന്നിരിക്കുന്നത്. എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, കാരണം അവർ കുടിയിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്. അവർക്ക് CD മാർക്കാൻ നോക്കിയിരിക്കുമ്പോൾ ഞാൻ പിന്നെ വന്നു പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റും. അപ്പം ജോലി ചെയ്യുന്നതിന് മടി, നമ്മൾ അവരോട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല. തിരിച്ച് ഞാൻ AXC ആയിട്ട് മുഴുവപ്പെടുത്തി എന്നപ്പോഴും നാട്ടുകാർ കുറച്ച് പേര്, നാട്ടുകാരെല്ലാം ഇഷ്ടപ്പെടാത്തൊരു ചീത്ത വിളിക്കുമായിരുന്നു. ഡിസ്ട്രിബ്യൂഷനിലെ പ്രത്യേകത അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. മേലുദ്യോഗസ്ഥരെ ചീത്ത വിളിക്കാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ കാണും. പക്ഷേ ആസ് എ ബോർഡിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സർവീസ് കൊണ്ട് ബോർഡിന് നഷ്ടം ഉണ്ടായിട്ടില്ല. അത് കാരണം അവിടെ ഉണ്ടായിരുന്ന LT4 എല്ലാം ഞാൻ ST ആക്കി. എന്നെ കൊണ്ട് പറ്റുന്ന LT4 എല്ലാം ഓവർലോഡായിട്ട് കിടന്ന എല്ലാവരെയും കൊണ്ട് ഞാൻ STയിലേക്ക് മാറ്റി. റവന്യൂ ശരിക്കും മാറ്റം ഉണ്ടായി. ഞാനിന്ന് 1.5 കൊല്ലം ഉള്ളൂ, പക്ഷെ അവിടെ എത്രയോ ST കണക്ഷൻ വന്നത്. അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്തേ പറ്റും. നമുക്ക് ശമ്പളം തരുന്നതുകൊണ്ട് വർക്ക് ചെയ്താൽ സ്ഥാപനത്തിന് ഗുണമുണ്ടായാൽ നമുക്ക് ഗുണമുണ്ട്. അങ്ങനെ പക്ഷെ എല്ലാവരും കോർത്തിണക്കിക്കൊണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലത്തെ വർഷം, കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ, ഭയങ്കര വേനൽക്കാലം. നമ്മുടെ ട്രാൻസ്ഫോമറെല്ലാം ശരിക്കും പൊക്കൊണ്ടിരിക്കുകയായിരുന്നു കാലഘട്ടത്തിൽ. അപ്പം സബ് ഡിവിഷനിലെ AICക്ക് ബോർഡ് പവർ തന്നു, ട്രാൻസ്ഫോമർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആ പേടിക്കാപ്പള്ളിയിൽ നിന്ന് 6 ട്രാൻസ്ഫോമർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനെ മാറ്റി വെച്ചു. എല്ലാം ട്രൈ കൊണ്ടു മാറ്റി, നിരത്തി മാറ്റി. കാരണം ഒരു ട്രാൻസ്ഫോമർ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പരിപാടി പറ്റില്ല. ഞങ്ങൾ നേരത്തെ തന്നെ അതിനെപ്പറ്റി അനലൈസ് ചെയ്തു. ലോഡ് മുട്ടുന്നു, എന്നിട്ട് തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചു. പല സ്ഥലത്തും ട്രാൻസ്ഫോമർ മാറ്റി വെച്ചു. ഒരു പരിധി വരെ അതുകൊണ്ട് ഞാൻ എൻ്റെ സബ് ഡിവിഷനിലെ ട്രാൻസ്ഫോമർ ഫെയിലിയർ കുറഞ്ഞു. പക്ഷെ ഇതൊന്നും എൻ്റെ ഗുണമുണ്ടല്ല, എൻ്റെ കൂടെയുള്ളവർ. ഇപ്പം നീതു, നമ്മുടെ LP നീതുവിനറിയാം, അവരൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു AIC വിചാരിച്ചത് നടക്കില്ല. താഴെ ഇരിക്കുന്ന വർക്കർ തുടങ്ങി ഞാൻ വരെയുള്ളവരുടെ ഒരു പൂർണ്ണമായ സപ്പോർട്ട് കൂടി ഇത് നടക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാം? എനിക്കല്ലല്ലോ, ആ സ്ഥാപനത്തിനാണ്. ഇപ്പോൾ സെക്ഷനിൽ അത് വന്നാൽ ആ സെക്ഷൻ മൊത്തത്തോടെയാണ്. ഇടമലയാർ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലും ഇടമലയാരത്തിന് വർക്കർ ഉത്തരവാദിയാണ്. അവനും ഇതിൻ്റെ കൂടെ കോൺട്രിബ്യൂഷൻ്റെ കൊണ്ടാണ് അതത്രയും നന്നായിട്ട് വരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ എന്നോട് വെറുപ്പുള്ളവരുണ്ടാവുമെന്ന് എനിക്ക് തന്നെ സംശയമാണ്. പിന്നെ ഇപ്പോൾ അവസാനം വന്ന 1-2 പേര് എന്നോട് മിണ്ടാതെ പോയി. അതെൻ്റെ കുഴപ്പമുണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാനത് പറയും, എനിക്ക് വിഷമമുണ്ടായി.
അത് വേറെ ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ പിണക്കത്തിൻ്റെ പ്രസക്തി ഒന്നും നമ്മൾ ആരോടും പിണങ്ങണ്ടായിരുന്നു. നമ്മൾ ഒരു ബസ്സിൽ കയറി നമ്മളങ്ങ് പോകുന്നു, യാത്രയിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങും, പിന്നെ അടുത്തടുത്ത് പോകും, അങ്ങനെ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ സർക്കിളിനെ സംബന്ധിച്ച് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ബഹുമാന്യനായ നാരായണ സാറായിരുന്നു ഡെപ്യൂട്ടി. നാരായണ സാർ നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ സൗമ്യനായിരുന്നു, വളരെ ശാന്തനുമായിരുന്നു. അപ്പം നാരായണ സാറോട്ട് അടുക്കാനായിട്ട് വളരെയധികം അതുകൊണ്ട് പറ്റി. അപ്പം നാരായണ സാറ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പോലെ തന്നെ ഞാനും ഇരുന്നത്. എന്ത് പറഞ്ഞാലും നാരായണ സാർ പറഞ്ഞാൽ എനിക്ക് അതിനപ്പുറത്തേക്കില്ല. ഈ വർക്ക് ഇവിടെ ഇതിൻ്റെ ഈ 85 വയസ്സായ ഈ ബിൽഡിങ്ങിൻ്റെ തുടക്കം, വർക്കിൻ്റെ തുടക്കം ഞങ്ങളിൽ നിന്നാണ്. കാരണം ഇവിടെ ചോർച്ചയായി, പ്രശ്നങ്ങളായി, തറ പ്രശ്നമാണ്. അപ്പോൾ ശാലും വർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തട്ടി ഇട്ടു. ഏറ്റവും ബേസിക് കാര്യം ഇതാണല്ലോ, മോള് തുടങ്ങണമെങ്കിൽ ശലം പാടാം. ബാക്കി എന്തും ചെയ്യാൻ നമ്മൾ തറ അതുപോലെ തന്നെ, അതിന് ശലം ബുദ്ധിമുട്ടി. ഇപ്പോൾ സുരേഷ് പറഞ്ഞാൽ രാത്രി 12 മണി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പൊളിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്തുള്ളൂ, ബാക്കി ആരുമില്ല. ഇത് പൊളിച്ചിറക്കുമ്പോഴും ഈ തറ പൊളിക്കുമ്പോഴും ടൈലിടാനും ഒക്കെ ആ സമയത്ത് ഞാൻ നാരായണ സാർ എനിക്ക് ഫുൾ പവർ തന്നില്ല. സാറ് ഫുള്ള് ചെയ്തോ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ എനിക്ക് ഭാഗ്യം കിട്ടി. ഇന്നിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ തുടക്കം ഇപ്പം നമുക്ക് അത് കഴിഞ്ഞാണ് പാർട്ടീഷൻ മോഡ് വന്നു. പക്ഷേ സാറിനൊരു കാര്യമുണ്ട്, സാർ അനാവശ്യമായിട്ട് കാശ് 5 പൈസ പോകേണ്ട കാശ് കൂടുതലായിട്ട് ചിലവാക്കിയാണ്. ഒരു പക്ഷേ എനിക്കും അത് തന്നെ ഇഷ്ടം. കാരണം നമ്മൾ അനാവശ്യമായിട്ട് പോഷായിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പിന്നെ നിലനിർത്തുമെന്നൊരു പ്രശ്നമില്ല. നമ്മൾ നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ അത് നിലനിർത്തിയാലും അതിൻ്റെ ഗുണം നിൽക്കുള്ളൂ. അതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇന്നിരിക്കുന്ന സ്വീപ്പർ നാളെ ആ സ്വീപ്പറെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. എന്താണ്, അത് മുഴുവൻ പൂവാണെങ്കിലും പൂ മുഴുവൻ വാടിപ്പോകും അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. സാറ് കൃത്യമായിട്ട് സാറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ആദ്യം തന്നെ ഇതെല്ലാം പൊളിച്ചിട്ട് ശരിക്കും ഭയങ്കര പണിയായിരുന്നു. ഇതിന് മുഴുവൻ മച്ചിൻ്റെ പുറം മുഴുവൻ ഏതായിരുന്നു, മരപ്പെട്ടിയുടെ കേന്ദ്രമായിരുന്നു. അതായത് ഞാൻ പറയും, ശരിക്കും ബുദ്ധിമുട്ടി. നമ്മുടെ പാർഷ്യലായിട്ട് നമ്മുടെ ജോലി നടക്കണമായിരുന്നു. നമ്മുടെ ജോലി നടക്കുന്നു. ഇതെല്ലാം നടത്തി ശരിക്കും അത് കഴിഞ്ഞിട്ട് ടൈല് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എനിക്കും ഭാഗമാക്കാനായിട്ട് സാധിച്ചു. അതിന് സാറിനോടാണ് എനിക്ക് കൂടുതൽ. സാറത് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ തന്നു, ചെയ്തോളാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ലെന്ന് പറയാൻ എന്നെ അവിശ്വാസം ഇല്ലാതാണ് കാര്യം. അവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ചെയ്തു. അന്ന് സിവിലിൽ ആരും ഇല്ല കേട്ടോ. എനിക്ക് ഇടമലയാളം ഒരു ഏരിയയാണ് സഹായിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യവും ചെയ്തു. ടൈലും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ ബാക്കിയുള്ള വർക്കിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പ്രൊമോഷനായിട്ട് പോയത്. അങ്ങനെ ഈ സർക്കിളിലേക്ക് ഞാൻ ഇപ്പം കയറി വരുമ്പോൾ എനിക്ക് അതിനകത്തൊരു അഭിമാനമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ കാര്യം ഇവിടെ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കുന്നതും എൻ്റെ മനസ്സും ഇതാണ്, ഒരു സാധാരണക്കാർക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ബാക്കിയൊന്നുമില്ല. വെറും പാവപ്പെട്ട, തീരെ പാവപ്പെട്ട. അത് കണ്ണില്ലാത്തവർക്കല്ലേ കണ്ണിൻ്റെ കാഴ്ച അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇത് കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട് നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ ആ മാമലഘട്ടം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നവരെ, വെട്ടയില്ലാതെ വരുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ആ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്ത് വെട്ടം കൊടുക്കുകയുള്ളൂ. അവരുടെ മനസ്സിന് ഭയങ്കര ഇതായിരിക്കും. അത് കണ്ടുപിടിച്ച്, കാരണം നമുക്കിതിനെപ്പറ്റി അറിയില്ല. ഇരുട്ടത്ത് കിടക്കുന്നവരുണ്ടെന്ന് നമുക്കറിയില്ല. കോട്ടയം നിന്ന് തന്നെ എനിക്കെങ്ങനെ അറിയാൻ പറ്റുന്ന ഇവിടെ ഇരുട്ടത്തുള്ളവരുണ്ടെന്ന്. അവിടെ എല്ലാം വെട്ടമുള്ളതാണ്. പക്ഷെ അത് കാണിച്ചു തന്നു. അതിനകത്ത് എനിക്ക് എൻ്റേതായ ഒരു ഭാഗം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനെനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പറഞ്ഞ നല്ല വാക്കുകൾക്കും എനിക്ക് തന്ന ഒരു ഈ ചടങ്ങിൽ തന്ന അനുഭവത്തിനും മാഡത്തിനോടും എല്ലാ സഹപ്രവർത്തകരോടും ഒരിക്കലും കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്.